ഇപ്പോൾ ഈ വാർത്തയോട് പ്രതികരിക്കാൻ റുജിൽ മാക്കുറ്റി കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. റുജിൽ, ഇപ്പോൾ പയ്യന്നൂർ ഏറ്റുകുടക്കിയിലാണ് ബൂത്ത് ലെവൽ ഓഫീസറെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അനീഷ് ജോർജ്. ഈ അനീഷിന്റെ മരണം ജോലി സമ്മർദ്ദം മൂലമാണ് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ്. SIRലെ ജോലികൾ അത് ഇന്ന് തന്നെ 180 പേരുടെ വിവരങ്ങൾ തയ്യാറാക്കി നൽകേണ്ടതുണ്ടായിരുന്നു എന്നുള്ള ഒരു ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നു. എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറോട് ഈ കാര്യങ്ങളൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ സൂചിപ്പിച്ചതാണല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ ഏജന്റിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ തെളിവുകൾ ഇവിടെ പുറത്തു വരികയാണ്. അതിന്റെ പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ഒരു SIR നടപ്പാക്കാൻ പാടില്ല വല്ലാതെ എന്നതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ യോഗത്തിൽ BJP അല്ലാത്ത എല്ലാ ആളുകളും അതിനകത്ത് ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടൊരു കാര്യമാണ്. പക്ഷെ അതൊന്ന് കേൾക്കാൻ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നില്ല. കേരളത്തിലും അതാണ് സ്ഥിതി. അപ്പോൾ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥന്മാർ വല്ലാത്ത രൂപ സ്ട്രെസ് അനുഭവിക്കുകയാണ്, ഓവർലോഡാണ്. അപ്പോൾ അവരുടെ മേൽ സമ്മർദ്ദമാണ്. ആ സമ്മർദ്ദം താങ്ങാൻ സാധിക്കാത്ത ആളുകളൊക്കെ തന്നെ ഇങ്ങനെ ആത്മഹത്യ ചെയ്യപ്പെടുകയാണ്. ഒരു രക്തസാക്ഷിയാണ്, SIRന്റെ പേരിൽ രക്തസാക്ഷിയാണ് ഒരു ഉദ്യോഗസ്ഥന്റെ. അത് ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥന്മാർക്ക് ഇതേ പ്രശ്നമുണ്ട്. പക്ഷേ ഇതൊന്ന് കേൾക്കാൻ തയ്യാറാവാതെ തെരഞ്ഞെടുപ്പിനകത്ത് SIRലൂടെ എങ്ങനെ BJPക്ക് സീറ്റ് കിട്ടുമെന്ന് തീരുമാനിച്ച് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ പറ്റുമെന്നൊക്കെ ആലോചിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന BJPക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇടപാടാണ് ഇത്. വളരെ ശക്തമായി എതിർക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. വളരെ വേദനാജനകമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ ഏറ്റുകൊടുക്കുന്നുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ BLO ബൂത്ത് ലെവൽ ഓഫീസർ എന്നൊക്കെ പറയുമ്പോഴും ഒരു സാധാരണക്കാരനാണ് അനീഷ്. കുന്നരു AUP സ്കൂളിലെ പ്യൂണാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭാര്യയും 2 കുട്ടികളുമുണ്ട്. പ്രായമായ അച്ഛനും അമ്മയുണ്ട്. കുടുംബത്തിന്റെ അത്താണിയാണ് ഇല്ലാതായത്. ഒരു ജോലി ചെയ്യുന്നതിനും ഒരു മനുഷ്യർക്ക് സാധിക്കുന്നതിനപ്പുറത്തേക്ക് സമ്മർദ്ദം വരുമ്പോൾ സ്വാഭാവികമായി അവർക്കുണ്ടാകുന്ന പ്രയാസം, അപ്പൊ ആ പ്രയാസം താങ്ങാൻ പറ്റാത്ത ആളുകളാണ് ഇത്തരത്തിലേക്ക് കടന്നു. ഒരിക്കലും അങ്ങനെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. പക്ഷെ അവരുടെ ജീവിതവും അവർക്ക് ഒരു തരത്തിലും മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത രൂപത്തിലേക്കുള്ള സ്ട്രെസ് അടിച്ചേൽപ്പിക്കുമ്പോൾ, സ്വാഭാവിക സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അവരെന്ത് ചെയ്യും? അപ്പോൾ ഇതൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണണം. കേരളത്തിനകത്ത് ഒരു രക്തസാക്ഷി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥന്മാർക്ക് ഈ പ്രശ്നമുണ്ട്. വല്ലാത്ത രൂപത്തിൽ തെരഞ്ഞെടുപ്പ് പട്ടികയുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരുപാട് അതിന്റെ കാര്യങ്ങൾ ചെയ്യാൻ വളരെ കൃത്യമായി ചെയ്യേണ്ട, ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട ജോലിയാണ്. പക്ഷെ അത് വളരെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശ സമയത്തോട് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് സംബന്ധിച്ച് പിടിച്ചേക്കാൻ പറ്റാത്തവരാണല്ലോ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത്. ശരി, വളരെ നന്ദി റുജിൽ മാക്കുറ്റി ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.